വെൽക്കം ബാക്ക് ടു കുട്ടി ബ്ലോഗ്സ് ബൈ ചന്തു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഗായ്സ്, ഇന്ന് നവംബർ 26 ഭരണഘടനാ ദിനം അഥവാ സംവിധാൻ ദിവസ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയഗാഥയുടെ ഓർമ്മ പുതുക്കുന്ന ദിനമാണ് നവംബർ 26 ഭരണഘടനാ ദിനം. 1949 നവംബർ 26-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് ഔദ്യോഗികമായി അംഗീകാരം നൽകിയത്. ഈ അംഗീകാരത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്താണ് നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യക്ക് സ്വന്തമായി ഒരു നിയമസംഹിത ആവശ്യമായിരുന്നു. ഈ ഒരു ലക്ഷ്യത്തോടെയാണ് 1946 ഡിസംബർ 6-ന് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുകയും ഏകദേശം 2 വർഷവും 11 മാസവും 18 ദിവസവും നീണ്ട കഠിനാധ്വാനത്തിലൂടെ ഭരണഘടനയ്ക്ക് രൂപം നൽകുകയും ചെയ്തത്. 1949 നവംബർ 26-ന് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് ഔദ്യോഗികമായി അംഗീകാരം നൽകിയെങ്കിലും 1950 ജനുവരി 26-നാണ് ഭരണഘടന നിലവിൽ വരുന്നത്. ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഭരണഘടനാ നിർമ്മാണത്തിന് നിർണായക പങ്ക് വഹിച്ചിട്ടുള്ളത്. ആദ്യകാലങ്ങളിൽ നവംബർ 26 നിയമദിനമായി ആയിരുന്നു ആചരിച്ചിട്ടുള്ളത്. 2015-ലാണ് നവംബർ 26 ഔദ്യോഗികമായി ഭരണഘടനാ ദിനമായി ആചരിക്കാൻ പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കറുടെ 125-ാം ജന്മദിനത്തോടനുബന്ധിച്ച് മുംബൈയിലെ BR അംബേദ്കറുടെ സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി എന്ന സ്മാരകത്തിന് തറക്കല്ലിടുന്നതിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ സുപ്രധാന പ്രഖ്യാപനം. ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങളെക്കുറിച്ചും തത്വങ്ങളെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം വളർത്തുക, അംബേദ്കറുടെ സംഭാവനകളെ ഓർമ്മിക്കുക എന്നതൊക്കെയാണ് ഈ ദിനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. നീതി, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നിവയാണ് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ശിലകൾ. ആമുഖം വായിച്ചും ഭരണഘടനയുടെ മൂല്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു വിവിധ പരിപാടികളിൽ പങ്കെടുത്തുമെല്ലാം ഈ ദിനം ആചരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയെ പറ്റിയുള്ള അറിവ് ഭാവി തലമുറകളിലേക്ക് കൈമാറേണ്ടതിൻ്റെ പ്രാധാന്യവും ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് ഞാൻ വരാം. അതുവരേക്ക് ബൈ.